ഇങ്ങനത്തെ പൊട്ടുന്ന ഗ്ലാസ് ബോട്ടിൽസൊക്കെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും പെയിൻറ്റ് ചെയ്യാനാണ് തോന്നാറ് കേട്ടോ. നിങ്ങൾക്കോ? ഈ ഒരു ബോട്ടിൽ പണ്ടിങ്ങനെ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു, അതും അടിപൊളി ആവുമായിരുന്നേനെ എന്നൊക്കെ ഭയങ്കര തോന്നലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഇങ്ങനത്തെ ബോട്ടിൽ കിട്ടാറേ ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ബ്രൗണോ ഗ്രീനോ അങ്ങനത്തെയൊക്കെ കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഡിസൈൻ ചെയ്ത് ഉള്ളിൽ പല കളറിലെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ അടിപൊളിയായിരിക്കുന്നു. പക്ഷെ ഇന്ന് ഞാൻ പെയിൻറ്റ് ചെയ്യാനൊന്നും അല്ല കേട്ടോ പോണത്. ഞാൻ ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ടോ പോണത്. നമുക്ക് ബാംബൂ സ്റ്റിക്ക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുള്ള ഇറുക്കിലെടുത്താലും മതി. അപ്പോൾ നോക്കി, ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു ഫെവി ബോണ്ട് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇത് ടേബിളിൽ വെക്കുന്ന സമയത്തുണ്ടല്ലോ, വാവ് എന്ന് പറയുന്ന ഒരു ലുക്കാട്ടോ ഇതിന്. നമ്മൾ ഈ ഒരു മീഷോന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാമല്ലോ. ആ ടൈപ്പിൽ പെട്ട ഒരു ക്രാഫ്റ്റാണിത് കേട്ടോ. നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. പിന്നെ ഗിവ് അവേൻ്റെ കാര്യം മറക്കരുത്. അപ്പോൾ ഇതേ ഈ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ ഈ ഒരു സാധനം ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ കയ്യിലുള്ള ബോട്ടിൽ വെച്ചൊക്കെ ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ടൊരു ഡെക്കോറാണ് കേട്ടോ അത്. ഈ ഒരു മുകൾ ഭാഗത്തെ കെട്ടലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടുന്ന സമയത്ത്. പിന്നെ ഞാൻ അത് കിടത്തി വെച്ച് കെട്ടിയപ്പോൾ ഇത്തിരി കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ കിടത്തി വെച്ച് കെട്ടുന്ന സമയത്താണ് എനിക്ക് എളുപ്പത്തിൽ കെട്ടാൻ കഴിഞ്ഞത് കേട്ടോ. ഞാൻ കയ്യിൽ നിന്ന് വഴുക്കി പോവായിരുന്നു ത്രെഡ്. അപ്പോൾ ഈ ത്രെഡൊക്കെ വെച്ചൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണ്ടോ. നമ്മൾ അതിൽ ഏത് ഗമ്മാണുള്ളത് അത് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കി വരുന്ന ഈ എക്സ്ട്രാ ത്രെഡൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഗമ്മ് വെച്ച് നിന്ന് സെക്യൂർ ആക്കി കൊടുത്തില്ലേ നമ്മൾ. ഇനി അതിന് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളെ കയ്യിലുള്ള ഫ്ലവർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ച് കൊടുക്കാം. അടിപൊളി ലുക്കാണ് കേട്ടോ. ഇത് ഒരു പ്ലാസ്റ്റിക് ഫ്ലവറാണ്, പക്ഷെ നല്ല അടിപൊളി ലുക്കായിട്ടുള്ളൊരു ഫ്ലവർ, ഒറിജിനൽ ഫ്ലവറിൻ്റെ പോലത്തെ ഒരു ഫ്ലവറാണ്. ഇത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് ഈ ലുക്കൊന്ന് നോക്കിക്കേ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എന്നും പറയുന്ന പോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്കൊന്ന് അടിച്ചിട്ട് പോടും. പിന്നെ കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ പറയട്ടെ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം, അത് ആരും മറക്കണ്ട കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും കൂടുതൽ കമൻറ്റുള്ള ആൾക്കാരായിരിക്കും കേട്ടോ നമ്മുടെ ഗിവ് അവേ പ്രൈസസ് കിട്ടാൻ പോണത്. അപ്പോൾ ഗിവ് അവേൻ്റെ പ്രൈസസൊക്കെ ഞാൻ വൈകാതെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യണതായിരിക്കും. നമ്മൾ ഗിവ് അവേ ഗിഫ്റ്റ് വഴിയേൽ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോടൂ. ബൈ.